എന്നാ ദിവാകര? അയ്യോ എന്റെ കർത്താവേ, നീ എന്നാത്തിനാ ഞങ്ങളുടെ ദേഹത്തിങ്ങനെ തീമട പെയ്യിക്കുന്നത്? എന്നാ മച്ചി? അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും? മോളിക്കുട്ടി, ജോസൂട്ടി എല്ലാം പോയടാ. എന്നാ ദിവാകര? ഇന്നത്തെ കാട്ടിൽ 10 പറ പുറത്തിലെ വാഴയെല്ലാം ഒടിഞ്ഞുപോയി. എന്നാത്തിനാ എന്നാ തെറ്റ് ചെയ്തിട്ടാ മാലാക വല്യച്ചോ ഒന്നിനു മേലൊന്നായിട്ട് ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? നീ കരച്ചിലൊന്നും നിർത്തണ്ട ശോശാമേ. വിഷമം വന്ന പിന്നെ കരയാതെ പിന്നെ ഈ വിളവിന് സ്ത്രീധനത്തുകയുടെ ബാക്കി കൊടുക്കാന്ന് വർക്കിക്കുഞ്ഞിനോട് ഏറ്റേക്കുന്നല്ലേ? ഇനിയിപ്പൊ എന്നാ ചെയ്യും? ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ വരും പുന്നാര മരുമോൻ. എന്നാടാ നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. വാ വർക്കി കുഞ്ഞെ, ഇങ്ങ് കേറിയിരിക്കേ. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. വക്രി കുഞ്ഞോ? പേരിട്ടവനെയൊക്കെ വെട്ടി കൊല്ലണം. മാക്രി കുഞ്ഞെന്നു. എന്താണ് എന്റെ പേര്? വർക്കി കുഞ്ഞ്. ആ കിട്ടിപ്പോയി. ആ കുഞ്ഞ് സ്ത്രീധന ബാക്കി ചോദിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ, എന്തൊക്കെ ആയിരുന്നു. ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും? തേങ്ങാ കൊല. നാവിറങ്ങിപ്പോയോ? സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ. അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ? ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോ അളിയൻ ഇങ്ങനെ വന്ന് വാഴക്കൊല ഉണ്ടാക്കല്ലേ? അല്ല, വഴക്കുണ്ടാക്കല്ലെന്ന്. അളിയൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കേ. ഒരിക്കലും വീട്ടിൽ നിന്ന് കഴിച്ചതിന്റെ വിഷമം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്തുവാ? കല്യാണം. നിന്റെ പെങ്ങളെ കെട്ടുകഴിഞ്ഞ് വർഷം 6 ആയിട്ടും വാക്കിന് വില കാണിക്കാത്ത നിങ്ങളൊക്കെ വലിയ സത്യക്രിസ്ത്യാനികൾ. ഞാൻ വെറും നസ്രാണി. എനിക്കിപ്പോ രണ്ടിലൊന്നും അറിയണം. കാശ് തരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞോ, കൊച്ചുറാണിയും പിള്ളാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. വർക്കിച്ചായ നിർത്ത്. ആൾക്കാരൊക്കെ അതൊക്കെ നിനക്കറിയാല്ലടാ. എല്ലാരും അറിയട്ടെ എന്റെ ഭാര്യ വീട്ടുകാരുടെ ഗുണവധികാരം. കുറെ കാലമായി ഞാനിവിടെ പറ്റിയ പോലെ വർക്കി കുഞ്ഞെ, അങ്ങനാണെ നീ ഒരു കാര്യം ചെയ്യ്. എന്താ? എന്റെ മകൾ കൊച്ചുറാണിയെ മാത്രം നീ ഇങ്ങ് കൊണ്ടാക്കിയേര്. ഇനി നിനക്ക് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വന്നു കൂട്ടിക്കൊണ്ടുവന്നോളാം അവളെ. അപ്പൊ പിള്ളാരാ? എന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തു. നിന്റെ മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നീയല്ലേ വർക്കി കുഞ്ഞെ? അല്ലേ ദിവാകര? അത് പിന്നെ ഈ പ്രസവിച്ചത് ഞാനാണെങ്കിലും നീ ഇങ്ങ് വന്നേ വർക്കി. കൊച്ചവളുടെ കൂടെ അല്ലേ? ശരിയപ്പ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ അളിയാ. അളിയാ, നീ എന്നെ പോലെ കുടുംബകാര്യം മാത്രം നോക്കാതെ ഇടയ്ക്ക് സ്റ്റാൻഡിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നേ. നമുക്ക് വീട്ടുകാര്യം പറഞ്ഞിരിക്കാം. അമ്മ, ആ കുഴമ്പ് തീർന്ന അമ്മേ? തീർന്നു മോനെ. വാങ്ങിച്ചു കൂടളിയാ. അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ വാങ്ങിച്ചോളാം. കാശ് തന്നാ മതി. എന്താളിയാ, കാശ് കുടുംബകാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. ആരാ എന്റെ ഓട്ടോ കൊണ്ട് പോയി പിടിപ്പിച്ചത്? അല്ല, നിങ്ങളവനെ എന്നാ പറഞ്ഞ സമാധാനിപ്പിച്ചേ? എന്തോന്ന് പറയാനാടി, അടുത്ത വിളവിന് അങ്ങ് കൊടുക്കാന്ന് പറഞ്ഞു. ഏത് വിഷമങ്ങളും ഏതാണ്ട് ഇങ്ങനെ തന്നെ അപ്പൻ നേരിടാറ്. ഒരു മാജിക്കാരൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടിയെ പോലെയായിരുന്നു അപ്പോഴൊക്കെ ഞാൻ അപ്പൻ്റെ മുന്നിൽ. അപ്പൻ്റെ വാക്കുകൾ തന്ന ശക്തിയിലാണ് ഞാൻ ജെസിമോള് നഷ്ടമായുള്ള വിഷമം മറന്നു തുടങ്ങിയതും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതും. ജെസിമോളുടെ 2ാമത്തെ പ്രസവം. എന്നോടുള്ള വാശിക്കാണോ ഇവളിങ്ങനെ പിള്ളേരെ പെറ്റുകൂട്ടുന്നതെന്ന് എനിക്കൊരു സംശയം. സാറേ, പലിശ മുഴുവനുണ്ട്. എണ്ണി നോക്കണ്ട, കുറഞ്ഞു പോയാലോ. ഇതെന്നാ ജോസൂട്ടി 6000 രൂപ കുറവ്? എന്നാണാവോ? എണ്ണിപ്പോ കുറവായതാണോ? ജോസൂട്ടി, ഇത് എന്നോട് തന്നെ വേണോ? എന്റെ ഒരു പഴയ വിദ്യാർത്ഥിയാണെന്ന സ്നേഹം കൊണ്ടാ നിന്റെ വീടിന് ജപ്തി നോട്ടീസ് വന്നപ്പോ ഇത്രയും വലിയ തുക ഒന്നിച്ചു തന്നത്. അതിന് പലിശ പോലും കറക്റ്റായി തരില്ലാന്ന് വെച്ചാ അത് ഒരവസ്ഥ. ഒന്നും പറയണ്ട. നിന്നെ പോലെ ഗുരുഭക്തി ഇല്ലാത്ത പിള്ളേരുടെ മുമ്പിൽ വർഷങ്ങളോളം വായിട്ടലച്ചുണ്ടാക്കിയ കാശാ ഞാൻ പലിശ കൊടുക്കണേ. വായിട്ടല്ലല്ലോ അലച്ചത്. നീ വല്ലതും പറഞ്ഞോ? അല്ല,
ഭയങ്കരായിട്ട് സാറ് അധ്വാനിച്ചതിന്റെ ഒരു മണ മൂക്കില് ഇങ്ങനെയാണെങ്കിൽ ശരിയാകില്ല. 3 മാസത്തിനുള്ളിൽ മുഴുവൻ തുകയും തിരിച്ചു തരണം. സാറേ സാറും ഒന്നുമല്ല, 3 മാസം അതിനുള്ളിൽ കാശ് തന്നില്ലെങ്കിൽ നീയും മോളിക്കുട്ടി അടക്കം എന്റെ 2 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരും. വേറെ എന്നാ ചെയ്യാനാ ഗീവറീസ? പറമ്പും പെരയും വിറ്റ് അങ്ങേരുടെ കടം വീട്ട ഒരു വാടക വീട്ടിലേക്ക് മാറാം. ബാക്കി കൊണ്ട് കൊച്ചുറാണിയുടെ സ്ത്രീധന ബാക്കി തീരുമായിരിക്കും. പിന്നെ മോളിക്കുട്ടി, അവക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ വല്ല മഠത്തിലും ചേർന്നാ പോരായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ ജോസൂട്ടി. ഏതായാലും 3 മാസമല്ലേ, അതിനു മുമ്പ് കർത്താവ് എന്തെങ്കിലും ഒരു വഴി. ദാ നാരായണ മാഷ് പലിശയുടെ ബാക്കിയും ചോദിച്ചോണ്ടുള്ള വിളിയാന്നേ. നീ ഏതായാലും ഫോൺ എടുക്കണ്ടേ ജോസൂട്ടി? എന്നിട്ട് എന്നാത്തിനാ അങ്ങേരുടെ വായിലുള്ളത് കേൾക്കാനോ? അല്ലേ പടിഞ്ഞാപ്പുറത്ത് കപ്പ പറിക്കാതെ ഇനി എന്റെ കയ്യിൽ എവിടുന്ന കാശ്? നിന്റെ കപ്പ പെരിച്ചാടി തിന്നാൻ നോക്കിയോ? കരുനാക്കൊണ്ടല്ലോ പറഞ്ഞോട്ടല്ലോ. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോ കേട്ടല്ലേ. അയ്യേ, ഇവരുടെ ചന്തിയൊക്കെയാണോ നീ ഒട്ടൂരിലോട് ഉപമിക്കുന്നത്? അത് വിട്. നീ ഏതായാലും അവിടം വരെ ഒന്ന് ചെല്ല്, എന്നിട്ട് അയാളുടെ അടുത്ത് കാര്യം പറ. ചന്ദ്ര, ഒരു ചായ. ഇവര് മധുരം ജോസൂട്ടി കുടിച്ചേലാ അല്ലേ അല്ല, ജോസൂട്ടി? ഒരു ചായയൊക്കെ ഞാൻ കുടിച്ചാലും ബൈ ദ ബൈ ജോസൂട്ടി, ഇങ്ങനെ അന്തവും കൊന്തവും ഇല്ലാതെ ജീവിച്ചാ മതിയോ? മോളിക്കുട്ടിയുടെ കല്യാണം നടത്തണ്ടേ? കൊച്ചുറാണിയുടെ സ്ത്രീധന ബാക്കി തീർത്തു കൊടുക്കണ്ടേ? പിന്നെ എന്റെ കയ്യിലിരിക്കണ നിന്റെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കണ്ടേ? സാറേ എല്ലാം കൂടി ഇത്ര പെട്ടെന്ന് എന്നാ വഴിയെന്ന് അറിയില്ല. ഇതല്ലേ ജോസൂട്ടിയുടെ പ്രശ്നം. വായിച്ചു നോക്ക്. വരനെ ആവശ്യമുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയ ആർസി യുവതി, 27 വയസ്സ്, ഉയർന്ന സാമ്പത്തികം, BSc നഴ്സ്, വിദേശത്ത് ജോലി. താല്പര്യമുള്ള യുവാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസം സാമ്പത്തികം പ്രശ്നമല്ല. സാമ്പത്തിക ബാധ്യതയുള്ളവരെ ബാധ്യതകൾ തീർത്ത് വിദേശത്തേക്ക് കൊണ്ടുപോകും. സാറേ ഇത് 2ാം ഘട്ടല്ലേ? ഹായ്, അത് വിട്. ഇത് കണ്ടപ്പോഴേ ഞാൻ അന്വേഷിച്ചതാ. നമ്മുടെ മുട്ടുചെറയിലെ ദൈവസഹായം ടെക്സ്റ്റൈൽസിലെ അത് നടത്തുന്ന കുടിയച്ചൻ അയാളുടെ മോളാ. ആദ്യം കെട്ടിയതൊരു വട്ടനാ. രോഗമുള്ള കാര്യം മറച്ചു വെച്ച് പറ്റിച്ചത് അയാളുടെ വീട്ടുകാര്. വെറും 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബന്ധം, അതും ഒരു വട്ടന്റെ കൂടെ. അതൊക്കെ ഒരു കുറവായി കാണണോ ജോസൂട്ടി? അല്ല, എന്നാലും ഒരു 2ാം കെട്ടുകാരി എന്നൊക്കെ പറയുമ്പോ വേണ്ട, അത് നീ എന്നാ വേണേ ചെയ്യേ. പിന്നെ നമ്മുടെ കാര്യം 3 മാസം അതിനുള്ളിൽ എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ നിന്റെ വീടും പറമ്പും ഞാനിങ്ങെടുക്കും. മനസ്സിലായോ? ജോസുട്ടി, ഞാൻ നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യുന്ന നീ കെട്ടുന്നുണ്ടോ? നീ ചെല്ലെ ആലോചിക്ക്. കുടുംബസ്നേഹം മനസ്സിൽ വെച്ചോണ്ട് ആലോചിക്ക. ഞാൻ കിടന്നും ഇരുന്നും നിന്നും ആലോചിച്ചു. ഒരെത്തും പിടിയും കിട്ടാതെ വന്നപ്പോൾ എന്നോട് ഏറ്റവും അടുപ്പുള്ളവരെന്ന് ഞാൻ കരുതുന്നവരോട് അഭിപ്രായം ചോദിച്ചു കളയാന്ന് തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ലോട്ടറിക്കാരൻ ഗോപി പറഞ്ഞു, ദൈവം അടിയുറപ്പുള്ള 10 പൂട്ടാൻ്റെ ഒരുമിച്ച് വെച്ച് നീട്ടുമ്പോൾ പുറകു വേണ്ടി തട്ടി കളയരുത് ജോസൂട്ടി. ഭാഗ്യദേവ നിങ്ങളെ മാടി മാടി വിളിക്കുമ്പോൾ ഇന്നാകട്ടെ നാളാകട്ടെ മറ്റന്നാകട്ടെ ചിന്തിച്ചിക്കാൻ പോയി കെട്ടി ജോസൂട്ടി. ഇറച്ചി വെട്ടുകാരൻ മാത്തച്ഛൻ പറഞ്ഞു, ഇപ്പൊ തന്നെ നിനക്ക് 30ആയി. കെട്ട് 2 അല്ല 3 ആയിക്കോട്ടെ. അതിലൊന്നും ഒരു കാര്യമില്ല ജോസൂട്ടി. 10 കിലോ ഇറച്ചി നടുക്കൊരു വെട്ട്, അത്ര തന്നെ അല്ല. ശവപ്പെട്ടി കടക്കാരൻ ചാണ്ടിക്കുഞ്ഞു പറഞ്ഞു, എന്റെ ജോസൂട്ടി, ഒരു മനുഷ്യന്റെ ശരാശരി ആയുസെന്ന് വെച്ചാ 60 വർഷം. അതായത് ഏകദേശം 21,900 ദിവസം. അതിന്റെ പകുതിയും ജോസൂട്ടി നീ സൈക്കിളി ഔട്ടിയും കലങ്കയിലിരുന്നും പാഴാക്കി കളഞ്ഞു. ഇനി ഏതാണ്ട് 8,000 ചില്ലാനും ദിവസം. അതുപോട്ടെ, ഒരു 10,000 ദിവസം വെച്ചോ. അത് കഴിഞ്ഞാ ദേ ഈ പെട്ടി കയറി കിടക്കേണ്ടി വരും. അതിനു മുമ്പ് ആ പെങ്കൊച്ചിനെ കെട്ടി ന്യൂസിലാൻഡിൽ പോയി അടിച്ചു പൊളിക്കേണ്ട ജോസൂട്ടി.
ഉറ്റ സുഹൃത്ത് ഗീവർഗീസ് പറഞ്ഞു, ഇങ്ങനെ പോയാ മാസം 3 കഴിയുമ്പോൾ വീടും പറമ്പും ആ ബ്ലൈഡ് മാഷിൻ്റെ കയ്യിരിക്കും. ആദ്യം കെട്ടിയവന് ഭ്രാന്തുണ്ടായതിപ്പോൾ ആ കൊച്ചിൻ്റെ കുറ്റമായിട്ട് കൂട്ടാൻ പറ്റുമോ? ദേ, നിനക്ക് ഈ ജന്മം കൊണ്ട് തീർക്കാൻ പറ്റാത്ത കടം ഒരു കല്യാണം കൊണ്ട് തീരുമെങ്കിൽ അതിലടാ ജോസൂട്ടി നല്ലത്. ഇടവക വികാരി ഗബ്രിയേലച്ചൻ പറഞ്ഞു, നിനക്കുള്ള അപ്പക്കഷ്ണത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. അവളെ നിനക്കായി കർത്താവ് കരുതി വെച്ച അപ്പക്കഷ്ണമായി കരുതൂ ജോസൂട്ടി. നീ ധൈര്യമായി മുന്നോട്ട് പോകൂ. പിന്നെ ജോസൂട്ടി,